കാരണം കാണിക്കൽ നോട്ടീസ്. അദാനിക്ക് 15 കോടി രൂപയുടെ പിഴ. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ മാത്രം വിഴിഞ്ഞം തുറമുഖത്തിന്റെ മേൽനോട്ട ചുമതലയുള്ള അദാനി പോർട്ടിന് അവർ ഈ കരാർ ലംഘിച്ചതിന്റെ പേരിൽ ചുമത്തിയ പിഴയുടെ തുകയാണത് 15 കോടിയോളം വരും എന്നതാണ്. 8 തവണ വിവിധ വിഷയങ്ങളിൽ കരാറിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ ലംഘിച്ചു എന്ന് കണ്ടെത്തിയത് MD ആയിരിക്കെ ദിവ്യ എസ് അയ്യരായിരുന്നു. അങ്ങനെ ദിവ്യ എസ് അയ്യരാണ് 8 തവണ നോട്ടീസ് നൽകിയത്. അതിൽ പലതവണയായിട്ടാണ് ഏതാണ്ട് 15 കോടിയോളം രൂപ പിഴ ചുമത്തിയത്. ഈ തുക അടച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. അദാനി പോലൊരു കോൺഗ്ലോമറേറ്റിന് പിഴ ചുമത്താൻ ധൈര്യമുള്ള ഉദ്യോഗസ്ഥയോ? അദാനിക്ക് പിഴ ചുമത്തുന്ന ഉദ്യോഗസ്ഥയെ നീക്കണമെന്നത് അദാനിയുടെ ദീർഘകാല ആവശ്യം. ഇത്രയേറെ കോടി രൂപ ഫൈൻ ചുമത്താൻ അധൈര്യമുള്ള ഒരു ഉദ്യോഗസ്ഥ ഇവരുടെ നിയമലംഘനങ്ങളിൽ മറ്റു നടപടികളും സ്വീകരിച്ചിട്ടുണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ മാറിയതിനു ശേഷം ഇപ്പോൾ ഓഹരി കൈമാറ്റത്തിന്റെ നടപടികളിലേക്ക് ഉൾപ്പെടെ കടക്കുമ്പോൾ ദിവ്യ എസ് അയ്യരെ പോലെയുള്ള ഉദ്യോഗസ്ഥ അവിടെ ഉണ്ടെങ്കിൽ വിചാരിച്ചതുപോലെ കാര്യം നടക്കില്ല എന്നുള്ളത് കൊണ്ട് കൂടിയാണോ ഈ മാറ്റം എന്ന സംശയമാണ് ദുരൂഹമായി ഉയരുന്നത്. എന്തൊക്കെ കാരണങ്ങളാണ് ഈ വ്യവസ്ഥാ ലംഘനം എന്നത്? അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, ഒരു ഘട്ടത്തിൽ പോലും കൃത്യമായി സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ഇവർ സമർപ്പിക്കാറില്ല. അങ്ങനെയാണ് അദാനി പോർട്ടിന് ഒരു തവണ പിഴ ചുമത്താൻ കാരണം. മറ്റൊന്ന്, ഈ തുറമുഖത്തിന് സർക്കാർ നൽകുന്ന തുകയടക്കം വിനിയോഗിക്കാൻ ഒരു പ്രത്യേക ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. ആ ബാങ്ക് അക്കൗണ്ടിലേക്ക് സർക്കാർ നൽകുന്ന തുക ആ അക്കൗണ്ട് വഴി മാത്രമേ ചെലവഴിക്കാൻ പാടുള്ളൂ എന്നതാണ് ഒരു കരാർ വ്യവസ്ഥ. ആ കരാർ വ്യവസ്ഥയും ലംഘിച്ചുകൊണ്ട് വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം മാറ്റുകയും ചെയ്തിട്ടുണ്ട് അദാനി പോർട്ട് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കണ്ടെത്തൽ. അതേസമയം തന്നെ ഈ അദാനി പോർട്ട് അവിടെ വരുന്ന റവന്യൂ, ആ വരുമാനത്തിന്റെ സ്രോതസ്, വരുമാനത്തിന്റെ കണക്കുകൾ അത് കൃത്യസമയത്ത് ഹാജരാക്കുന്നതിലും വീഴ്ച വരുത്തുന്നു. അങ്ങനെ പല ഘട്ടങ്ങളിലായി സർക്കാരും അദാനി പോർട്ടും ചേർന്ന് തയ്യാറാക്കിയ കരാറിലെ ഓരോ വ്യവസ്ഥകളും ലംഘിച്ചുകൊണ്ടിരുന്നു അദാനി പോർട്ട്. ദിവ്യ എസ് അയ്യരെ മാറ്റിയ തീയതി ഒന്ന് നോക്കൂ. അദാനി MSCയുമായി ഉണ്ടാക്കിയ കരാർ തീയതി നോക്കൂ. ദിവ്യയെ മാറ്റിയത് ജൂൺ 10-ന്. അദാനി MSCയുമായി കരാർ ഒപ്പിട്ടത് ജൂൺ 29-ന്. MSC കപ്പൽ കമ്പനിക്ക് വിഴിഞ്ഞത്തെ അദാനി കമ്പനിയിൽ നിക്ഷേപിക്കാൻ കഴിയുമോ? കരാർ പ്രകാരം ഇല്ല. 5.9 പ്രകാരം 250 കിലോമീറ്ററിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു തുറമുഖത്തിലും 25% ഓഹരി എടുക്കാൻ പാടില്ല. തൂത്തുക്കുടിയിൽ MSCക്ക് ഒരു ടെർമിനലിന്റെ പൂർണ്ണ ഉടമസ്ഥാവകാശമുണ്ട്. അദാനിയുടെ MSC നിക്ഷേപത്തിന് കരാർ വ്യവസ്ഥ തടസ്സമാകുമോ? ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ വിഴിഞ്ഞം MDയായ ദിവ്യ എസ് അയ്യർ തയ്യാറാകില്ല. അതുകൊണ്ടാണോ ദിവ്യയെ MD സ്ഥാനത്ത് നിന്ന് മാറ്റിയത്? ഒരു കാര്യം നമുക്ക് ആവർത്തിച്ച് പറയേണ്ടി വരുന്ന ഒരു ഗതികേടുണ്ട്. മാധ്യമങ്ങളെ കണ്ടുകൊള്ളൂ, കല്ലുവെച്ച നുണ പറയാതിരിക്കാനായി കാണൂ. ഇനി നിങ്ങൾ ഇതേ നുണപ്രചാരണം തുടങ്ങിയാലും അതിന്റെ ആയുസ് നിങ്ങൾ ഇന്ന് കണ്ടല്ലോ VD സതീശ. അതിനി അടുത്ത മാധ്യമ സമ്മേളനത്തിൽ ഇരിക്കുമ്പോൾ ഓർക്കുന്നത് നല്ലത്.